ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്കിങ്ങനെ ഇവിടെ ബീച്ചിൽ ഇങ്ങനെ വെയിലുണ്ട്. നമ്മൾ 3, 3:30, 4 മണി 4 മണി അപ്പം നല്ല വെയിലുണ്ട്. അപ്പോൾ കഴിച്ച് ബീച്ചിൻ്റെ പേര് ആറാട്ട് വരി ബീച്ച് അല്ലെങ്കിൽ ഞാറക്കൽ ബീച്ച്. ഞാറക്കൽ ബീച്ചിൽ എത്തിയിട്ട് നേരെ വന്ന് ബീച്ച് കാണാം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് മണ്ണിലേക്ക് ഇറങ്ങി നടക്കാൻ പറ്റൂല. ഇപ്പം നിങ്ങൾക്ക് തന്നെ സൗണ്ട് കേൾക്കണം എന്താണെന്ന് അറിയില്ല, മണ്ണിലേക്ക് ഇറങ്ങി നടക്കാൻ പറ്റൂല. എന്താണെന്ന് വെച്ചാൽ ഗൈസ് ഇവിടെ കണ്ട, ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ കല്ലിട്ട് വെച്ചിങ്ങനെ മണ്ണുള്ള അവിടം വരെ. ഇല്ലെങ്കിൽ ഇപ്പുറത്തുള്ള വീട്ടിലേക്ക് വെള്ളം അടിച്ച് കയറും. ആ ഒരു ശോകം സീനുള്ളതുകൊണ്ട് വെള്ളം എന്താണ് കല്ലിട്ട് വെച്ചിരിക്കണം അറ്റം വരെ. ഇവിടെ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് സൺസെറ്റ് കാണാൻ എല്ലാം വൈബായിരിക്കും. അവിടെ അറ്റത്ത് കുറേ ഫിഷിംഗ് ബോട്ട് വന്നിട്ടുണ്ട്. ഞാനുണ്ട്, ഒരു പട്ടിയുണ്ട് ഇവിടെ കടി വാങ്ങണ്ട വെറുതെ. അറ്റത്ത് കുറേ പിള്ളേർ ഇരിക്കുന്നുണ്ട്. വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഇവിടെ ആരും ഇല്ല. അപ്പോൾ ഞാൻ ഇവിടുത്തെ കുറച്ച് വിഷ്വൽസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അതുപോലെ മഞ്ഞൊരുക്കി കുറച്ച് വിഷ്വൽസ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതുപോലെ ആൾക്കാർക്ക് നടന്ന് കയറാൻ വേണ്ടി അന്നൊരു സ്റ്റെപ്പ് പോലെ അങ്ങോട്ട് മണ്ണ് വിട്ട് ഇവിടെ കല്ല് പൊക്കം കുറച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ. സോയ്സ് അപ്പോൾ എന്താണ് ഇവിടെ ഇങ്ങനെ എന്താണ് സീനില്ല. പക്ഷെ ഇപ്പോൾ വെയിലാണ്, നമുക്ക് വെയിലൊന്നും ആറിയിട്ട് അഞ്ഞായിരിക്കും നല്ലത്. ഇതാണ് കഴിച്ച് നമ്മുടെ ഞാറക്കലിലെ മറ്റൊരു കാഴ്ചകൾ. ഇവിടെ വെള്ളം അവിടെ കണ്ട ഇങ്ങനെ കുറേ കെട്ട് പോലെ ആൾക്കാരുടെ ഇവിടെ കെട്ടാൻ. ഇവിടെ ആൾക്കാരുടെ മെയിൻ എന്താണ് ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് തന്നെ മീൻപിടുത്തം അങ്ങനത്തെ പരിപാടിയൊക്കെയാണ്. വണ്ടിയില്ലാന്ന് ഉറപ്പുവരുത്തി നമ്മൾ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യുക. പൈസ കണ്ട ഇവിടെ ആ ചെറിയ വീട്ടുകാർക്ക് ആണെങ്കിൽ അവർക്ക് ഒരു കെട്ടുണ്ടാവും. അതുപോലെ ഇത് എന്താണ് കുറേ കെട്ടുകൾ ഓൺ ചെയ്ത് ആൾക്കാർ കെട്ടി കയറും, മീൻ പിടിക്കും, പൈസ അങ്ങനത്തെ ഒരു അടിയുടെ സ്ഥലം. ഇങ്ങനെ കുറേ ഉണ്ട്. ഈ റോഡ് ബീച്ചിലേക്ക് വന്ന റോഡിൻ്റെ ഈ സൈഡും നിറച്ച് ഇങ്ങനത്തെ കുറേ കാഴ്ചകളാണ്. ഇവിടെ കുറേ ബോട്ട് ആൾക്കാർ മീൻ പിടിക്കാൻ പോകണം. ബോട്ടല്ല, വഞ്ചിയുണ്ട്. അതുപോലെ അത്യാവശ്യം എന്താണ് കാണാൻ നല്ല ഇതുള്ള സ്ഥലമാണ്. അറ്റത്ത് കാണുന്നതുണ്ട് കണ്ട. ഇതാണ് നമ്മൾ നേരത്തെ പോയ ബീച്ചിൻ്റെ അവിടെ. നമ്മളപ്പം ഇനി കണ്ട ഇവിടെ ഇങ്ങനത്തെ എന്തോ സംഭവമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ അവിടെ ഫ്രഷ് മീൻ നമുക്ക് അവിടെ നിന്ന് വാങ്ങാം. കായൽ അങ്ങോട്ട് ആ സൈഡിലേക്ക് ചെന്ന് കാണിച്ചു തരാം. പോകും കണ്ടോ, ഇത് ഓരോ ആൾക്കാരെ കെട്ടാണ്. അത് ഫിഷിന് ഫീഡ് ചെയ്യുന്ന സംഭവം തോന്നുന്നു. കണ്ടോ സോയ്സ്. അപ്പോൾ എന്താണ് ഇവിടെ അത്യാവശ്യം മനോഹരമാണ്. അപ്പോൾ നമ്മൾ ഇനി നേരെ വേറെ ഏതെങ്കിലും സ്പോട്ട് ഉണ്ടാകും നോക്കട്ടെ. അല്ലെങ്കിൽ ബീച്ചിൻ്റെ അങ്ങോട്ട് തന്നെ പോകും. ഇപ്പോൾ വെയിലായതുകൊണ്ട് അവിടെ നിൽക്കാൻ കുറച്ച് ഷോപ്പാണ്. അതുപോലെ ഇതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇത് കണ്ട. ഇവിടെ കയാക്കിംഗ് ഒക്കെ സാധനം കണ്ട വെച്ചിരിക്കുന്നത് ഫാമിലിയായിട്ട് വന്ന് ചെയ്യാൻ വേണ്ടി. കൈസ് അതാണ് ഇത്. കുറച്ച് ചെറിയൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. കുറേ പേർക്ക് അറിയത്തില്ല. പക്ഷേ കൈസ് എന്താ നല്ല കാണാൻ രസമുള്ളത്. അതുപോലെ അവിടെ ഒരു ചേട്ടൻ്റെ അടുത്ത് മീൻ പിടിക്കുന്നുണ്ട് ചൂണ്ടിയിട്ട്. പുള്ളിയുടെ കയ്യിൽ മീനുണ്ടെന്ന് വന്ന് കവറിൽ എന്തോ കിടക്കുന്നുണ്ട്. അവന് നല്ലൊരു സ്പോട്ടാണ് കഴിച്ചത് ഇവിടെ. പിന്നെ എന്താ മിക്ക സ്ഥലവും മറ്റിതാണ്, ഡ്രോണ് ഇടാൻ പറ്റില്ല. ഡ്രോണൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ. എന്നാലും വെറുതെ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടാണ് ഈ ഭാഗത്ത് മിക്ക സ്ഥലത്തും എന്താണ് ഡ്രോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇത് കുറേ പബ്ലിക് പ്രോപ്പർട്ടീസ് എന്ന സ്ഥലം. എന്ന് വെച്ചാൽ ആൾക്കാർക്കാണെങ്കിൽ തന്നെ ഈ ചെറിയൊരു ദ്വീപ് പോലത്തെ സ്ഥലമൊക്കെയാണ് അവരുടെ സ്വന്തം. ബാക്കി ചുറ്റിനും കായലൊക്കെ എന്താണ് ഈ ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ്. അപ്പോൾ അവിടെ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ കൊച്ചിയിലും അങ്ങനെ മിക്ക സ്ഥലത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഗൈസ് എന്തായാലും ഗൈസ് നല്ലൊരു വ്യൂ പോയിൻറ്റും കുറേ ഒക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. എന്താണ് തലയില്ലാത്ത തെങ്ങൊക്കെ കാണാൻ നോക്കാറ്. അതിലേതോ പക്ഷി ഒന്ന് കൊത്തുന്നുണ്ട്. മരം കൊത്തിയാണ്. അതുപോലെ ഇവിടെ കൊടി പോലെ കുത്തി വെച്ചിട്ടുണ്ട് ഗൈസ് ആൾക്കാർക്ക് വരാൻ വേണ്ടി നടന്ന്. അവിടെ എനിക്ക് തോന്നുന്നു ഹൗസ് ബോട്ടിങ് ഉണ്ട്. റേറ്റ് ചോദിക്കുമായിരുന്നു, പക്ഷേ നമ്മൾ ഇൻട്രോവേർട്ടായിട്ട് അങ്ങോട്ട് നടന്ന് പോകണില്ല. അപ്പോൾ നോക്കട്ടെ ഇവിടെയൊക്കെ. അപ്പോൾ നമ്മളിത് രണ്ടാമത്തെ ബീച്ചിലേക്ക് വന്നിട്ടുണ്ട്. ബ്ലൂ വേവ് ബീച്ച്. ഇവിടെ കണ്ടോ ഗൈസ് ഇങ്ങനത്തെ കുറേ മരങ്ങളുണ്ടാണ്. ഇടയിൽ കൂടെ ഒക്കെ നടക്കാൻ പറ്റിയ ഇതാണ് സ്പോട്ടാണ്. സീനില്ല. അതുപോലെ എന്താണ് ഇവിടെ പിള്ളേർ കളിക്കുന്ന ഗ്രൗണ്ട് ഉണ്ട്. ഗോൾ പോസ്റ്റ് വെച്ച് മാറ്റി ഇവർ നേരെ നടന്നു പോവുക. നമ്മുടെ ബീച്ചിൻ്റെ അവിടെ എത്തും. ഗൈസ് ഇവിടെ ആകുമ്പോൾ മണ്ണ് ഇവിടെ നിന്നിട്ട് മണ്ണാണ്. നല്ല എന്താണ് ഗൈസ് ഇവിടെ സെറ്റാണ് കുറച്ചും കൂടെ പറ്റിയതിനെ കാട്ടി. ഗൈസ് ബാഗ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഇത് ഫുള്ള് ഇപ്പോൾ മണ്ണിക്കിടന്ന് പറയുന്നുണ്ട്. പശുവൊക്കെ പോകുന്നുണ്ട്. ഗൈസ് എൻ്റെ ഇവിടെ സീൻ ലുക്കാണ്. നോക്ക് വൈബ് സ്പോട്ടാണ് ഗൈസ് ഇത്. അപ്പോൾ എന്താണ് നോക്കട്ടെ ഇവിടെ എന്താണ് ഗൈസ് ഇവിടെ വൈബാണ് കുറച്ച്. രണ്ട് വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്പോട്ട് ഗൈസ്. രണ്ടാമത്തെ സ്പോട്ട് സെറ്റാണ് ഗൈസ്. നോക്ക് അവിടെ ഫുള്ള് ഇങ്ങനെ മരങ്ങളും
അവിടെ കുറേ റെസ്റ്റ് എടുക്കാൻ പറ്റിയ സ്ഥലവും കടയും പിന്നെ എന്താ ഇവിടെ ആൾക്കാരും ഉണ്ട്. ഇങ്ങനത്തെ മരങ്ങളുണ്ടായിട്ട് ഇടയിൽ കൂടെ നടന്ന് പിക്ക് എടുക്കാൻ സെറ്റാണ്. ഇതുകൊണ്ട് നടുക്കൂടെ ഏതോ 4 വീലർ ഓടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഐസ് ഇവിടെ സെറ്റാണ്. ബട്ട് നമ്മളിപ്പോൾ വെള്ളത്തിൽ ഇറങ്ങണില്ല. ജസ്റ്റ് ഇവിടെ കാണാൻ വന്നതാണ്. അല്ല തിരമാലയൊക്കെ അടിക്കുന്നുണ്ട്. ഐസ് അറ്റത്ത് കുറേ വഞ്ചി കിടക്കുന്നുണ്ട്. ഇവിടെ ആൾക്കാരെ കുളിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. ആ സാധനം കണ്ട ഐസ് ഏതാ കാട് പോലെ അങ്ങ് അറ്റത്തേക്ക് പോകണത് കാണാൻ കിണ്ണം വൈബ്. ആ അറ്റത്താണ് കുറേ പേരുള്ളത്. നമ്മളിപ്പോൾ അധികം പേരില്ലാത്ത സ്പോട്ടിലാണ്. സൂര്യൻ കുറച്ചധികം നേരം പിടിക്കും അസ്തമിക്കാൻ. ഗൈസ് കണ്ടോ കുറേ മരങ്ങളുണ്ട്. ഇടയിൽ നിന്ന് പിക്കൊക്കെ എടുക്കാം. അറ്റത്തേക്ക് കുറേ ഉണ്ട് ഇങ്ങനെ കിണ്ണം ലുക്ക് അവിടെ. ചിലപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്കിവിടെ പിള്ളേർ ഫുട്ബോൾ കളിക്കാനാണ്. ഗ്രൗണ്ടൊക്കെ കെട്ടി ഒക്കെ. ഇത് സെറ്റ് ഗ്രൗണ്ട്. നമ്മുടെ അവിടെയൊക്കെ ഇത്രയും ഗ്രൗണ്ട് ഇങ്ങനത്തെ ഗ്രൗണ്ടൊന്നും ഇല്ല. അവിടെയുള്ള ഗ്രൗണ്ട് ചട്ടിയാണ്. ഈ ഗ്രൗണ്ടൊക്കെ സെറ്റ് ഗ്രൗണ്ടാണ്. അതുപോലെ ഇവിടെ സൈഡിലായിട്ട് കടകളുണ്ട്. അവിടെ ആൾക്കാരുണ്ട്. പിന്നെ ആൾക്കാർക്ക് വരുമ്പോൾ റെസ്റ്റ് കുഞ്ഞാലോ സംഭവമൊക്കെ അവർ കയറ്റി സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ നോക്കാൻ വൈബാണ് സീ ബീച്ചൊക്കെ. പക്ഷേ ഒറ്റയ്ക്ക് വന്നത് സോളോ ആയിട്ട് വന്നാൽ ബിക്കോസ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ എടുക്കണ എന്താണ് കുറേ പേര് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ സോളോ ആയിട്ട് വന്ന് അതുകൊണ്ട് എന്താണ് സോളോ ആയിട്ട് വന്നുകൊണ്ട് ഇവിടെ വൈബില്ല. ബീച്ചിൽ എന്താണ് ഒറ്റയ്ക്ക് ഇരുന്ന് നമ്മൾ എന്ത് കാണിക്കാതെ ബീച്ചിൽ സംസാരിക്കാൻ ഒന്നുമില്ലല്ലോ, ബോർഡടിച്ചിരിക്കണം. അപ്പോൾ എന്താണ് നമുക്ക് ഇനി ഇവിടെ നിന്ന് പതുക്കെ നൈസായിട്ട് പോവാം. പ്രത്യേകിച്ച് ഒന്നുമില്ല ഗൈസ്. നമുക്ക് ഇനി പിള്ളേരുടെ കളിയൊക്കെ കണ്ട് കുറച്ച് കഴിയുമ്പോൾ പതുക്കെ പോവാം. സോ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൂ വേ ബീച്ചിൻ്റെ പുറകോശം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ സ്ഥലമാണ് ഗൈസ്. കണ്ട പശു നിൽക്കുന്നു, പച്ചപ്പുണ്ട്, കൊക്കുണ്ട്, വേറെ പശുക്കളുണ്ട്, ആൾക്കാരുണ്ട്. അതിമനോഹരമായ സ്ഥലം തന്നെ. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട മരങ്ങൾ. ഇതാണ് നമ്മുടെ ഞാറക്കൽ ബീച്ച്, ഇതാണ് നമ്മുടെ ബ്ലൂ വേ ബീച്ച്. ഇത് തമ്മിലുള്ള ഇതാണ് ബോർഡർ. അവിടെ നടന്നാൽ ഇവിടെ എത്തും, അവിടെ നടന്നാൽ ഇവിടെ എത്തും. രണ്ട് സൈഡിൽ നിന്ന് നടന്നെത്തും ഗൈസ്. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ സൂര്യൻ അസ്തമിക്കുമെന്ന് തോന്നുക. നമ്മൾ നിൽക്കില്ല അങ്ങനെ ചിലപ്പോൾ നിൽക്കും ഗൈസ്. നമ്മൾ കുറച്ച് മടിയുള്ള കൂട്ടത്തില്ല, അറിയാലോ. നമ്മൾ അധികം നേരം വേസ്റ്റ് ചെയ്യില്ല. നമ്മൾ കുറച്ചൊക്കെ ഇരുന്ന് ഇവിടെയൊക്കെ ഇരുന്ന് കുറച്ച് കടലൊക്കെ കണ്ടിട്ട് പതുക്കി വിടും. അപ്പോൾ അതേ നമ്മുടെ ബ്ലൂ വേ ബീച്ചിന് തിരിച്ച് വന്നവരിക്കും നമുക്ക് പിന്നെയും കുറേ വ്യൂ ഉള്ള സ്ഥലം കാണാൻ കണ്ട കുറേ കെട്ട്. അതുപോലെ അതിൻ്റെ ഓണേഴ്സ് അവിടെ നിന്നെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കുറേ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാം. ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. കണ്ട കണ്ടൽക്കാടൊക്കെ ഉണ്ട് ഇവിടെ കുറേ. ഇപ്പം മഴ പെയ്യാൻ പോകണവരുണ്ട്. അതുകൊണ്ട് നമ്മൾ ഐസ് പോകണത് നോക്കി കണ്ട കുറച്ച് ഇരുട്ടിയൊക്കെ ഉണ്ട്. നമ്മൾ സൺസെറ്റ് നോക്കാൻ നിൽക്കണില്ല. ബിക്കോസ് മഴ പെയ്താൽ നമുക്കിന്ന് വീട്ടിൽ പോകണ കട്ടിയാവും. എന്നാൽ എൻ്റെ വീടാണെങ്കിൽ ഇതിൻ്റെ പതുക്കിയൊക്കെ കയറാതെ മമ്മിയുടെ വീടല്ലേ. അപ്പോൾ നമ്മൾ സമയത്തൊക്കെ കയറണ്ടേ. അതുകൊണ്ട് നമ്മൾ മഴ പെയ്യുന്നതിന് മുമ്പ് നൈസായിട്ട് പോകണമാണ്. അപ്പോൾ അതേ ഇപ്പോൾ നമ്മൾ പോകാൻ പോകണമാണ്. നമ്മൾ 2 ബീച്ചുണ്ട്. ഒരെണ്ണം ഞാറക്കൽ ബീച്ചും വേറെ ഒരെണ്ണം ഇത് ബ്ലൂ വേവ് WAVE വേവ് ബീച്ചും. ഇവിടെയാണ് കുറച്ചും സെറ്റ് വേണ്ടത്. കല്ല് കെട്ടിയിട്ട് ഇറങ്ങാനും വൈബില്ല. പക്ഷേ പിന്നെ കുറേ മരങ്ങളാൽ ഇങ്ങനെ ഒരു ബോർഡറിലുണ്ട്. സെറ്റാണ് ബീച്ച് കാണാനും എന്താണ് നടക്കാനൊക്കെ വൈബാണ്. സോ ഗൈസ് അപ്പോൾ എന്താണ് നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുന്നത്. ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ്. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോ പിന്നെയും വരുന്നതായിരിക്കും. അതുവരെ ബൈ.